തലമുറയിൽ പലരും ഹെയർ കളർ ചെയ്യുന്നുണ്ട്, സ്ട്രൈറ്റൺ ചെയ്യുന്നുണ്ട്, സ്മൂത്തൺ ചെയ്യുന്നുണ്ട്, കെരാറ്റിൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിൻ്റെ pH ലെവലൊന്നും ഒരുപാട് മാറുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഗ്രേ ഹെയർ മാറാനായിട്ട് ഇതുപോലത്തെ നാച്ചുറൽ ടിപ്സ് യൂസ് ചെയ്താൽ പെട്ടെന്നൊന്നും ഫലം കണ്ടെന്ന് വരത്തില്ലേ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലലീസ് യൂട്യൂബ് ആൻഡ് ബോൾ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബർ ഫ്രണ്ട്സും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രേ ഹെയർ ഹൈഡ് ചെയ്ത് നല്ല കറുത്ത നിറം കിട്ടാനായിട്ട്, അതും നാച്ചുറലായിട്ട്, തികച്ചും 100% നാച്ചുറലായിട്ട് കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചില സംഭവങ്ങൾ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ളത് കാരണം യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കളർ കിട്ടാനായിട്ട്, ബ്ലാക്ക് ആവാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ ഈ ഡൈയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ക്യാൻസർ പോലുള്ള ഒരുപാട് മാരക രോഗങ്ങൾ അതുവഴി ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ചധികം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മുടെ ഹിബിസ്കസ് പൗഡർ, നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് ഇതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ ഹെയർ നല്ല നറിഷ് ചെയ്യാനും അതുപോലെ നല്ലൊരു ഷൈനിങ് കിട്ടാനും പിന്നെ വരുന്ന ഹെയർ നല്ല ബ്ലാക്കായിട്ട് വരാനും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് നമ്മുടെ ഈ ചെമ്പരത്തി പൂവ്. ഇതിൻ്റെ പൂവ് കിട്ടിയാലും അത് ആഴ്ചയിലൊരിക്കൽ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ പൊടി വാങ്ങാൻ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ എടുക്കുന്നത് നമുക്ക് ഭൃംഗരാജിൻ്റെ പൊടിയാണ്. ഇത് കയ്യുണ്ണി എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതും നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. അതായത് നമുക്ക് ഇതിൻ്റെ പച്ച ഇലയായിട്ട് കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഹെയർ ബൂസ്റ്റ് ചെയ്യും, അതായത് ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതും കൂടി ഇടുകയാണെങ്കിലുണ്ടല്ലോ നല്ല തിക്ക് ബ്ലാക്കായിട്ട് മാറാൻ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. പിന്നെ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ചില സംഭവങ്ങൾ ചിലർക്ക് അലർജി ഉണ്ടാവത്തില്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വേറൊരു സാധനം കൂടി ഉണ്ട്, അത് പറയാം. പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒലിവ് ഓയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇരിപ്പുണ്ട്, അപ്പോൾ അതെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതാണ് ചെയ്ത് കാണിക്കുന്നത്. ഞാനൊരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂണിന് നമ്മുടെ ഓയിലെടുക്കാം. ഒലിവ് ഓയിലിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഫസ്റ്റ് ഇടുന്നത് നമ്മുടെ നീലയമരി പൊടിയാണ്. അത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ ഞാൻ ഈ സ്പൂണിൽ കാണിച്ച ആ ഒരളവ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ ആ ഒരു സെയിം അളവ് തന്നെ ഭൃംഗരാജിൻ്റെ പൊടിയും എടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ഓയിൽ എടുക്കുകയാണെങ്കിൽ ഈ പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടണം. പിന്നെ ഞാൻ നമ്മുടെ ഹിബിസ്കസ് പൗഡർ, നമ്മുടെ ചെമ്പരത്തിൻ്റെ പൊടി എടുക്കുവാണ്. അതും ഈ ഒരു സെയിം അളവ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ഹെയർ നല്ല ബ്ലാക്കാക്കി മാറ്റാൻ ഹെൽപ്ഫുൾ ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇത് നമ്മൾ തിളപ്പിച്ചോ അല്ലെങ്കിൽ അതിന് എണ്ണ കാച്ചിയോ അല്ല എടുക്കാൻ പോകുന്നത്. ഇത് ഡയറക്റ്റായിട്ട്, അതായത് ചെറിയൊരു പ്രോസസ്സ് കൂടി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരു 15 വയസ്സ് മുതലുള്ള ഏജിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ അകാല നരയുന്ന പ്രശ്നം ചെറുപ്രായത്തിൽ വളരെ അധികം പലരെയും ബുദ്ധിമുട്ടിക്കുന്നതാണല്ലേ. ഒന്നാമതായി ടെൻഷൻ കൂടുതലും അതുപോലെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഡെയിലി റൊട്ടീൻസിൽ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിന് 3 ദിവസം ഒന്ന് അടച്ചു വെക്കണേ. ഇത് സൺലൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല, ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. 3 ദിവസത്തിന് ശേഷം യൂസ് ചെയ്താൽ മതിയാവും. സാധാരണ നമ്മൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തില്ലേ, അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 3 ദിവസം കഴിയുമ്പോൾ അല്പം കൂടി ഒന്ന് തിക്കായിട്ട് വരുവേ. അപ്പോൾ ഈ ഓയിലും ഈ പൊടിയൊക്കെ ഞാൻ കാണിച്ച അളവ് തന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നമ്മളിതിൽ ഓയിലിൽ യൂസ് ചെയ്യുന്നത് കാരണം ഇത് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഈ ഹെന്ന പൗഡറോ അല്ലെങ്കിൽ ഹെന്ന വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെല്ലിക്കപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവേ. നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ നല്ല ബ്ലാക്ക് ആവാൻ ഹെൽപ്ഫുൾ ആവും, അതുപോലെ തന്നെ ഹെയർ നല്ല രീതിയിൽ വളരാനും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് പോലെ 3 ദിവസത്തിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസിലിരിക്കുന്ന കാരണം നമുക്ക് അപ്ലൈ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ലേ. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ശേഷം ഹെയർ വാഷ് സാധാരണ പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
വാഷ് ചെയ്ത് കളയാനായിട്ട് ഷാമ്പു നമ്മൾ യൂസ് ചെയ്യട്ടെ. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ വീണ്ടും കെമിക്കൽ എഫക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ബോട്ടിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഷിക്കാക്കായ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നാച്ചുറൽ ഷാമ്പു ആണ് അത്.